ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എൻ്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ സുഖമാണോ? ഹല്ലേലൂയാ. ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ അട്ടപ്പാടിയിലുള്ള PDM എൻ്റെ മദർ ഹൗസിലെത്തി കേട്ടോ. PDMൻ്റെ ആദ്യത്തെ ഹൗസ് തുടങ്ങിയത് അട്ടപ്പാടിയിലാണ്. പിന്നെ അവിടുന്ന് ഊട്ടി റോഡിലാണ്. അവിടെയാണ് മദർ ഹൗസ്, പ്രിൻസിപ്പൽ ഹൗസ് കേട്ടോ. അവിടെയാണ് ഇപ്പോൾ. ഹല്ലേലൂയാ. ഞാൻ ഈ ദിവസങ്ങൾ നാളെയൊക്കെ അഭിഷേകത്തിന് റെക്കോർഡിങ്, പിന്നെ ഇത് കാര്യങ്ങൾ നാളെ കഴിഞ്ഞ് ധ്യാനം തുടങ്ങുവാണല്ലോ. പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്നലെ ഒരു കാര്യം മറന്നുപോയി. വ്യാഴാഴ്ചയല്ലായിരുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമല്ലായിരുന്നു. എന്നിട്ട് ആരുമെങ്കിലും ഓർത്തോ? അവിടുന്ന് വിളിച്ച് പറയണ്ടേ അച്ഛാ മറന്നുപോയി എന്നൊക്കെ. അല്ലേ, കുഞ്ഞുങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. എന്നാൽ പിന്നെ ഇന്നലത്തെ പ്രാർത്ഥന ഇന്നത്തേക്ക് മതി. അർജൻറ്റായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ള കാര്യങ്ങളാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എല്ലാത്തിലും ദൈവഹിതം നിറവേറ്റണം, അത് വെളിപ്പെട്ട് കിട്ടണം. നിങ്ങളെ പ്രശ്നം അത് തന്നെയാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഹിതം നിറവേറണം, അത് മനസ്സിലാക്കണം, അതനുസരിച്ച് പോകണം. അതിനകത്ത് പിന്നെ അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് തോബിത്തിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് തോബിത്ത് ചാപ്റ്റർ 4 വേഴ്സ് 3. അതിനെ ബേസ് ചെയ്തിട്ടാണ് തലക്കെട്ട്. ഇതാണ്: മരിക്കും മുൻപ് ജീവിത പങ്കാളിയുടെ കാര്യം പറഞ്ഞേൽപ്പിക്കുമോ? അതാണൊരു ചോദ്യം. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പിന്നെ PDMനോട് STMനൊക്കെ ചേർന്ന് നിൽക്കുന്ന വളരെ നല്ലൊരു ഫാമിലി. അപ്പോൾ ആ ഫാമിലിയിൽ അപ്പനും അമ്മയുടെ യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു അപകടം ഉണ്ടായി. അപ്പോൾ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ആ ഒരു അപ്പം ഈ അപ്പച്ചൻ അടിയിൽ കിടക്കുന്നു. അതിനുശേഷം പിന്നെ ഈ ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട് അമ്മ അതിൻ്റെ അമ്മയുടെ മുകളിലോട്ട് വീണ് കിടക്കുന്നു. ഈ ഓട്ടോറിക്ഷ സീറ്റൊക്കെ അതിൻ്റെ മുകളിൽ കിടക്കും. അപ്പോൾ അതൊരു പശ്ചാത്തലമാണ്. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അപ്പനാണ് ശരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായത്. എന്നിട്ട് അപ്പൻ എഴുന്നേറ്റ് എന്നിട്ട് ആദ്യം ചോദിക്കുന്ന കാര്യം എന്നറിയാം, ഭാര്യയുടെ പേര് പറഞ്ഞിട്ട് അവൾക്ക് എന്തെങ്കിലും പറ്റും, അവൾക്ക് എന്തെങ്കിലും. ഇവിടെ ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, മനസ്സിലായി, അത്ര വലിയ ഫ്രാക്ചറുണ്ട്. അപ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യം ജീവിത പങ്കാളിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. ഇത് നോക്കിയേ, ഇവിടെ തകർന്ന് നിൽക്കാമെന്ന് ഓർക്കണം. അപ്പോൾ ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് ഓർത്തത്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ശരിക്കും പറഞ്ഞാലല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ, ഒന്നിച്ച് ജീവിക്കാൻ, ഒന്നിച്ച് മരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഞാൻ ഹൃദയത്തിൽ സംഭവിച്ചിരിക്കുന്ന വചനം. ഈ നാളുകളിലെല്ലാം കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ടോക്കുകളാണ് കൂടുതൽ വരുന്നത്, നിങ്ങൾക്കറിയാം. തോബിത്ത് പറഞ്ഞത് എൻ്റെ സഹോദരിയും വചനം ഇത് സംഭവം പിന്നെ ഞാനത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തൊരു കാര്യം. തോബിത്ത് 4:3 അവിടെ വചനം എന്നറിയാമോ? അപ്പൻ തോബിത്ത് മരിക്കും മുൻപ് തോബിയാസൻ മകനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മകനെ വിളിക്കുക, മകനെ ഞാൻ മരിക്കുമ്പോൾ നീ എന്നെ സംസ്കരിക്കണം. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നറിയാമോ? നിൻ്റെ അമ്മയുടെ കാര്യം ഒരിക്കലും നീ മറക്കരുത്. എന്നിട്ട് പറയാണ്, ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. എന്നിട്ട് പറയാണ്, അമ്മയുടെ ഹിതം നോക്കണം. എന്നിട്ട് പറയുക, അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ മരിക്കുമ്പോൾ നിന്നെ അടക്കം. ഈ മോനിക്കാമ്മ മരിക്കുന്നതിന് മുമ്പ് സെൻറ്റ് അഗസ്റ്റിനോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. മരിക്കുമ്പോൾ പിന്നെ ഞാൻ മരിക്കുമ്പോൾ എന്നെ എവിടെയെങ്കിലും അടക്കുകയോ, എന്നിട്ട് പിന്നെ സ്വർഗ്ഗത്തിൽ എനിക്കെതിരെല്ലാം മായച്ചു കളയുന്ന വിശുദ്ധ കുർബാന നീ എന്നെ ഓർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ അപ്പൻ മരിക്കുമ്പോൾ ചന്ത ജീവിത പങ്കാളി. അപ്പോൾ നമ്മൾ മരിക്കും മുമ്പ് ഒരു ജീവിതം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാൻ, ഒന്നിച്ച് മരിക്കാൻ ആഗ്രഹിച്ച് വന്ന ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഓർക്കണ്ടേ, അല്ലേ? പിന്നെ മരിക്കുന്ന സമയത്തേക്ക് വെക്കണ്ട, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഓർക്കണം അത് കേട്ടോ. അല്ല, മരിക്കുന്ന സമയത്തല്ല, ജീവിച്ചിരിക്കുന്ന കാലത്താണ്. 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുക. ഒന്ന് എന്നൊന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നീ ഒരിക്കലും അവളെ മറക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൻ അമ്മ അത് ജീവിതകാലം നമ്മൾ മറക്കരുത്. നമുക്ക് ജീവിത പങ്കാളി വരും, മക്കൾ വരും, ബിസിനസ് വരും, ജോലി വരും, പല കാര്യങ്ങൾ വരും, പക്ഷെ മറക്കരുത്. പിന്നെ സമർപ്പിത ജീവിതത്തിലേക്ക് പോയവരെ സംബന്ധിച്ച് ഇത് ഓർക്കുകയും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് സമർപ്പിത ജീവിതത്തേക്ക് പോയ സമസ്യ അത് ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് വിട്ടിരിക്കുന്നതാണ്. ബാക്കി കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കണം. അത് സമർപ്പിത ജീവിതത്തെക്കുറിച്ചുള്ളവരാണ്. അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ചില സമർപ്പിതർ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എന്നിട്ട് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നിട്ട് പറയുകയാണ് പിന്നെ അവളെപ്പോഴും നീ ആദരിച്ചുകൊണ്ടിരിക്കണം. ബഹുമാനം, ആദരവ് കൊടുക്കണം. കാര്യം വിദ്യാഭ്യാസം കുറവാണ്, സംഭവം ശരിയായിരിക്കാം, ഇച്ചിരി എടുത്തയാടെ സ്വഭാവമുണ്ട്, ഓക്കെ, അതിൽ നിന്നാണല്ലോ നമ്മൾ ഉണ്ടാകുന്നത്. നമ്മളെ നോക്കാനുള്ള വിദ്യാഭ്യാസ അറിവ് ഉണ്ടായിരുന്നല്ലോ, ഇത്രയും വളർത്തി വലുതാക്കാനും, അല്ലേ? എന്നിട്ട് പറയാം അമ്മയുടെ ഹിതം നോക്കണം. അപ്പോൾ പ്രായമാകുമ്പോൾ ചെറിയ ഇഷ്ടമൊക്കെ ചോദിക്കും, മനസ്സിലായി? ഇച്ചിരി കഞ്ഞി, നമ്മൾ നല്ല ബെസ്റ്റ് സാധനം ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ഇച്ചിരി മീൻ തരാമോ, കഞ്ഞിയും ഇതൊക്കെ ചോദിക്കും. ഹിതം എന്നാന്ന് വെച്ചാൽ നോക്കണം. അത് ചോദിക്കാൻ നിൽക്കരുത്, ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കണം.
എന്നിട്ട് പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം എന്നാണെന്നറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്, ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇത് തിരിച്ചു പറയാതിരിക്കുന്നല്ലോ, ഒരിക്കലെങ്കിലും അവളെ ഒന്ന് സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ അപ്പനെ ഒന്ന് സന്തോഷിപ്പിക്കണം, അങ്ങനെയൊക്കെ പറയായിരിക്കും കുറച്ചുകൂടെ നല്ലത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നൊരു രംഗമൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഓർക്കേണ്ടേ എൻ്റെ സഹോദരങ്ങളെ, അല്ലേ? ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ കൂടുതലായി പോകും, പിന്നെ ഞാൻ അങ്ങ് ബലം പിടിച്ച് നിർത്തുകയാണ്. നമ്മൾ ഈ 1, 2 ഒരുമിച്ച് പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, അല്ലേ? അന്ന് എട്ടും പൊട്ടും തിരിയാത്ത കാലഘട്ടത്തിൽ ഇതെല്ലാം നോക്കി നോക്കി വളർത്തിക്കൊണ്ടെന്ന് നമുക്ക് പ്രാഞ്ചാനായി കഴിഞ്ഞപ്പോഴല്ലേ ഈ സ്വഭാവമൊക്കെ ഇങ്ങോട്ട് വന്നത്. സാരമില്ല, അനുദപിക്കേണ്ടവർ അനുദപിക്കണം, കുമ്പസാരിക്കേണ്ടവർ കുമ്പസാരിക്കണം, തിരുത്തേണ്ടവർ തിരുത്തണം, കാരണവന്മാർ മരിച്ചു പോയവരുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ 4 കാര്യം ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 1 മറക്കരുത്, 2 ആദരിക്കണം, 3 ഹിതം നോക്കണം, 4 വേദനിപ്പിക്കരുത്. ഇതുപോലെ തന്നെയാണ് ഒരു സമർപ്പിത ജീവൻ നയിക്കുമ്പോൾ അവർക്ക് സംബന്ധിച്ച ഒരു അധികാരിയും, അത് ഗവൺമെൻറ്റില്ല, മദറാണെങ്കിലും പള്ളിയിലെ വൈദികനാണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ പറയണത് ഒരു കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ എന്ത് തന്നെയാണെങ്കിലും അനുഗ്രഹിക്കട്ടെ കേട്ടോ. കുറച്ച് വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, സാരമില്ല, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ വചനം അതിൻ്റെ വ്യാഖ്യാനം ഈ സമയത്ത് അവിടുന്ന് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഈശോ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാരെ കൂടാതെ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം എൻ്റെ പിതാവേ, മനസ്സറിഞ്ഞ ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ ആശീർവദിക്കുക. എൻ്റെ ദൈവം, ഈ വചനം ജീവിക്കാനൊരു കൃപ ഇവർക്ക് കൊടുക്കണമേ, ഈ വചനം ജീവിക്കാൻ കൃപ കൊടുക്കണമേ. പൈശാചികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശൻ്റെ ഉള്ളിൽ ഞാട്ടിപ്പായിക്കുന്നു. ഇതിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാത്തരം അന്ധകാര സ്വാധീനം ബന്ധിക്കുന്നു. സ്നേഹം, ഐക്യം എല്ലാം ഒന്ന് നിറയട്ടെ കർത്താവേ. എൻ്റെ ദൈവമേ, ഈ ഒരു ബോണ്ടേജ്, ഈ ഒരു തടസ്സം കിടക്കുന്ന കുടുംബങ്ങളെ കെട്ടുകൾ യേശു നാമത്തിൽ അഴിച്ച് വിടുവിക്കുന്നു. ദൈവകൃപയുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.